അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും ഒരു തുരുമ്പ് കയ്യിലെടുത്തുകൊണ്ട് ഞാൻ ഇപ്രകാരമുള്ള ഒരു തുരുമ്പായിരുന്നുവെങ്കിൽ എന്ന് പറയുമായിരുന്നു. ചില സമയങ്ങളിൽ കഷ്ടം, എൻ്റെ മാതാവ് എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ എന്നും പറയുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട്, ഇന്ന് മറ്റൊരു മനുഷ്യൻ എൻ്റെ നേരെ അക്രമം ചെയ്തു. താങ്കൾ വന്ന് അതൊന്ന് അന്വേഷിച്ച് എനിക്ക് നീതിയുണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ആ ജോലിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ വന്ന് പറയാതെ മറ്റേതെങ്കിലും ജോലിക്ക് വേണ്ടി വന്നിരിക്കുമ്പോൾ നീതി നടത്തിത്തരണമെന്ന് ആവശ്യപ്പെടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾക്ക് ചാട്ട കൊണ്ട് ഒരു അടി കൊടുക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ ഉടൻ തന്നെ വെളിയിലേക്ക് പോയി. അദ്ദേഹം പെട്ടെന്ന് ഒരാളെ അയച്ച് ആ മനുഷ്യനെ തൻ്റെ അടുക്കലേക്ക് വിളിപ്പിക്കുകയും കയ്യിലിരുന്ന ചാട്ട അയാളുടെ കയ്യിൽ കൊടുത്തിട്ട്, ഞാൻ നിന്നെ അടിച്ചതിന് പകരം നീ എന്നെയും അടിക്കുക എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ആ മനുഷ്യൻ, ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ പൊരുത്തത്തിനായി താങ്കൾക്കത് മാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം തന്നെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ഏ ഉമറേ, നീ നിസ്സാരനായിട്ട് അള്ളാഹു നിന്നെ ഉയർന്ന നിലയിലാക്കിയല്ലോ. നീ വഴികെട്ടവനായിട്ട് അള്ളാഹു നിന്നെ സന്മാർഗത്തിലാക്കിയില്ലേ ഉമറേ. നീ നിന്ദനായിരുന്നിട്ട് അള്ളാഹു നിന്നെ ഉന്നത പദവിയിലാക്കുകയും ജനങ്ങളുടെ ഭരണാധികാരിയായി ഉയർത്തുകയും ചെയ്തല്ലോ. ഇന്ന് ആ ജനങ്ങളിൽ ഒരുവൻ നിന്റെ അടുക്കൽ വന്ന് നീതി നടത്തിത്തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നീ അവനെ ചാട്ട കൊണ്ട് അടിച്ചു. നിന്റെ ഈ പ്രവൃത്തിക്ക് നാളെ ന്യായവിസ്താര ദിവസം നിന്റെ റബ്ബിൻ്റെ മുന്നിൽ നീ എന്ത് സമാധാനം പറയും ഉമറേ? ഇപ്രകാരം വളരെ സങ്കടത്തോടുകൂടി ദീർഘനേരം തന്നെത്താൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ഈ സംഭവം അസദുൽ ഗാബത്ത് എന്ന കിതാബിൻ്റെ 4-ാം വാള്യത്തിൽ 137-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമ അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു രാത്രി ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മദീനയുടെ വെളിയിൽ ഫറ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അല്പം ദൂരെ കാട്ടിലൊരു സ്ഥലത്ത് തീ കത്തുന്നതായി കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ഏതോ യാത്രക്കാർ നേരം ഇരുട്ടിപ്പോയത് കൊണ്ട് പട്ടണത്തിൽ കടക്കാൻ കഴിയാതെ അവിടെ താമസിക്കുകയായിരിക്കും. നമുക്ക് അവിടെ പോയി അവർക്ക് വേണ്ടതായ സംരക്ഷണം ഏർപ്പാടുകൾ ചെയ്യണം.
ഉടനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ അടുക്കൽ കുറേ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നിറച്ച ഒരു കലം അടുപ്പിൽ വെച്ചുകൊണ്ട് അതിനടിയിൽ തീ കത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അല്പം ദൂരെ നിന്നുകൊണ്ട് ആ സ്ത്രീക്ക് സലാം പറഞ്ഞതിന് ശേഷം അടുത്തേക്ക് ചെല്ലുന്നതിനുള്ള അനുവാദം വാങ്ങി അവരുടെ സമീപത്ത് ചെന്ന് ചോദിക്കുകയാണ്, ഈ കുഞ്ഞുങ്ങൾ എന്തിനാണ് കരയുന്നത്? സ്ത്രീ പറഞ്ഞു, വിശപ്പ് കൊണ്ട് സഹികെട്ട് കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ കലത്തിൽ എന്താണ്? സ്ത്രീ പറയുന്നു, ആഹാരം പാകം ചെയ്യുകയാണെന്ന വിചാരത്തിൽ കുഞ്ഞുങ്ങൾ സമാധാനിച്ച് ഉറങ്ങാൻ വേണ്ടി കലത്തിൽ വെള്ളം നിറച്ച് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഈ അവശനിലയെക്കുറിച്ച് അന്വേഷിക്കാത്ത അമീറുൽ മുഅ്മിനീൻ്റെയും എൻ്റെയും ഇടയിൽ അല്ലാഹുവിൻ്റെ സന്നിധിയിൽ തീരുമാനമുണ്ടാകുന്നതാണ്. ഇത് കേട്ട മാത്രയിൽ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾ നിറയുകയാണ്. കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സഹോദരി, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. നിങ്ങളുടെ ഈ അവശനിലയെക്കുറിച്ച് ഉമർ എങ്ങനെ അറിയാനാണ്? ആ സ്ത്രീ പറഞ്ഞു, അദ്ദേഹം ഞങ്ങളുടെ നേതാവായിരുന്നു കൊണ്ട് ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് എങ്ങനെയാണ് അറിയാതിരിക്കുക? അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു എന്നെയും കൂട്ടിക്കൊണ്ട് മദീനയിലേക്ക് വന്നു. ഒരു ചാക്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് കുറച്ച് പൊടിയും ഈത്തപ്പഴവും നെയ്യും കുറച്ച് നാണയങ്ങളും ഇട്ട് നിറച്ചു കെട്ടിയ ശേഷം എന്നോട് ഇതെൻ്റെ തോളിൽ എടുത്തു വെക്കുക എന്ന് പറഞ്ഞു. ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഇത് എൻ്റെ തോളിൽ തന്നെ വെക്കുക എന്ന് വീണ്ടും പറഞ്ഞു. 2-3 പ്രാവശ്യം ഞാൻ വളരെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ, നാളെ ന്യായവിസ്താര ദിവസം എൻ്റെ ഭാരം നീ എടുക്കുമോ? അത് ഞാൻ തന്നെ എടുക്കേണ്ടി വരും. എൻ്റെ ചുമതലയെക്കുറിച്ച് എന്നോട് തന്നെ ചോദിക്കപ്പെടും എന്ന് മറുപടി പറഞ്ഞു. അവസാനം നിർബന്ധിതനായി ഞാൻ അദ്ദേഹത്തിൻ്റെ ചുമലിൽ വെച്ച് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു അതും ചുമന്നുകൊണ്ട് അതിവേഗത്തിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. ഞാനും കൂടെയുണ്ടായിരുന്നു. അവിടെ എത്തിയ ശേഷം അദ്ദേഹം അടുപ്പിലിരുന്ന കലത്തിൽ കുറച്ച് പൊടിയും ഈത്തപ്പഴവും നെയ്യും ഇട്ട് ഇളക്കുകയും സ്വന്തമായി തന്നെ അടുപ്പിൽ തീ ഊതി കത്തിക്കുകയും ചെയ്തു. അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു തീ ഊതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തിങ്ങിയ താടിക്കുള്ളിൽ പുക കടക്കുകയും അത് താടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായി ഞാൻ കാണുകയും ചെയ്തു. അവസാനം ഹരീറ എന്ന് പറയുന്ന ഒരുതരം പായസം തയ്യാറാക്കിയ ശേഷം സ്വന്തം കൈകൊണ്ട് തന്നെ അത് വിളമ്പി കുഞ്ഞുങ്ങൾക്ക് കഴിപ്പിച്ചു. അവർ വിശപ്പ് തീർത്തുകൊണ്ട് ആഹ്ലാദത്തോടു കൂടി കളിക്കുകയും ചിരിക്കുകയും ചെയ്യാൻ തുടങ്ങി. ബാക്കി വന്ന ആഹാരം അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു. ആ സ്ത്രീ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. ഹദ്റത്ത് ഉമറിന് പകരം യഥാർത്ഥത്തിൽ ഖലീഫയാകാനുള്ള അർഹത നിങ്ങൾക്കായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഖലീഫയുടെ അടുക്കൽ പോകുമ്പോൾ എന്നെ അവിടെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അല്പം അകലെ മാറി തറയിൽ കുറച്ച് സമയം ഇരുന്ന ശേഷം എഴുന്നേറ്റ് നടക്കുകയും ആ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നതായി ഞാൻ കണ്ടതിനാൽ അവർ ആഹ്ലാദിച്ച് ചിരിക്കുന്നത് കണ്ട് ആനന്ദിക്കുവാനും എൻ്റെ മനസ്സ് ആശിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവിടെ അല്പസമയം ഇരുന്നത് എന്ന് പറയുകയും ചെയ്തു. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിൽ അധികവും സൂറത്തുൽ കഹ്ഫ്, ത്വാഹ മുതലായ വലിയ സൂറത്തുകൾ ഓതുകയും പുറകിലുള്ള അനേക സഫുകളിൽ കേൾക്കത്തക്ക വിധത്തിൽ കരയുകയും ചെയ്യുമായിരുന്നു. ഒരു പ്രാവശ്യം സുബഹി നിസ്കാരത്തിൽ സൂറത്ത് യൂസുഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കാല ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്,
ഞാൻ എൻ്റെ വ്യസനത്തെപ്പറ്റിയും ദുഃഖത്തെപ്പറ്റിയും അള്ളാഹുവിനോട് മാത്രം ആവലാതിപ്പെടുന്നു എന്ന സൂറത്ത് യൂസുഫിലെ 86-ാമത്തെ ആയത്തിലെത്തിയപ്പോൾ കരഞ്ഞ് കരഞ്ഞ് ശബ്ദം വെളിയിലേക്ക് വരാത്ത അവസ്ഥയിലായിപ്പോയി. ചിലപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിൽ കരഞ്ഞ് കരഞ്ഞ് വീണു പോവുകയും രോഗാവസ്ഥയിലായി പോവുകയും ചെയ്യാറുണ്ടായിരുന്നു. 13.5 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഏറ്റവും വലിയ ഭക്തിയോടുകൂടി ഓർമ്മിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാപുരുഷൻ, അതേ ഹസരത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് അള്ളാഹുവിനോടുണ്ടായിരുന്ന ഭയഭക്തിയുടെ നില ഇപ്രകാരമായിരുന്നു. എന്നാൽ ഇക്കാലത്ത് ഏതെങ്കിലും ഭരണാധികാരികളോ സാധാരണ രീതിയിലുള്ള അധികാരികളോ തങ്ങളുടെ കീഴിലുള്ളവരോട് ഇപ്രകാരം പെരുമാറുന്നത് കാണാൻ കഴിയുമോ? അള്ളാഹു മഹാനവറുകളുടെ കൂടെ നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.